ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫെമി മുനീർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഈ അവധി ദിവസങ്ങളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ ചിക്കൻ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഡിന്നറിനൊക്കെ ഇത് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരു പാത്രത്തിലേക്ക് നമ്മൾ 7 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 250 ഗ്രാം ചിക്കന്, എല്ലുള്ള ചിക്കനും എടുക്കാം എല്ലില്ലാത്ത ചിക്കനും എടുക്കാം, ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഈ വെള്ളത്തിലാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ ഉള്ളി, സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 6 മുതൽ 8 വരെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി. ബട്ടർ ചേർക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് കാണുന്നുണ്ട്. ഉള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ റെഡ് ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്. ഓരോ ക്യാപ്സിക്കം വെച്ചിട്ട് ചെറുതായി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. അഥവാ റെഡ് ക്യാപ്സിക്കം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഗ്രീൻ ക്യാപ്സിക്കം ചേർത്താലും മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. പച്ചക്കറിയൊന്നും വെന്ത് ഉടഞ്ഞു പോകുമൊന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മൈദയുടെ ആ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. സൂപ്പിനൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മൈദ ചേർത്തത്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എല്ലുള്ള ചിക്കനാണ് ഉപയോഗിച്ചതെങ്കിൽ ഈ സമയത്ത് എല്ല് മാറ്റിയിട്ട് അത് ഷ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ പച്ചക്കറികൾ ഇതിലേക്ക്, ഈ ചിക്കൻ വേവിച്ച സ്റ്റോക്കിലേക്ക് നമുക്ക് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 കപ്പ് വെർമിസെല്ലിയാണ്. 1/2 കപ്പ് സേമിയ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. ആ സമയം വെർമിസെല്ലി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. എല്ലുണ്ടെങ്കിൽ എല്ലൊക്കെ മാറ്റി കൊടുക്കണം ഈ സമയത്ത്. രണ്ട് ടീസ്പൂൺ നിറയെ പൊടിച്ചു വെച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ പച്ചമുളകൊന്നും ഇതിൽ ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ചേർത്തത്. കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച ചിക്കന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം.
ചെറുതായി അരിഞ്ഞ മല്ലിയില ഒരു 2 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സൂപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മിക്സഡ് ഹെർബ്സ്, ഒറിഗാനോ, തൈം എല്ലാം കൂടെ ഒന്നിച്ച് വരുന്ന ഒരു മിക്സഡ് ഹെർബ്സ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അഥവാ അതില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒറിഗാനോ, തൈമ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നമ്മുടെ സൂപ്പിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ മൈദ ചേർത്തിട്ടുണ്ട്, അതുപോലെ വെർമിസെല്ലിയും ചേർത്തത് കൊണ്ട് കുറച്ച് സമയം വെക്കുമ്പോൾ ചിലപ്പോൾ തിക്കായി വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നിങ്ങൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് സൂപ്പിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുത്താലും മതിയാകും. അപ്പോൾ നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഡിന്നറിനൊക്കെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം. ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ.